ഹായ് എവരിവൺ, നമുക്ക് ഒരുപാട് ക്വയറീസ് വന്നിരുന്നു SSLCയുടെ റീവാല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം 99.69 അല്ലെങ്കിൽ 99.7 ഓൾമോസ്റ്റ് പാസ് പേഴ്സൻ്റ് ആയിരുന്നു. ഇപ്രാവശ്യം 99.5 ചെറിയൊരു വ്യത്യാസമുള്ളൂ. പക്ഷേ നമ്മുടെ ഫുൾ A+ കിട്ടിയ ആൾക്കാർ കഴിഞ്ഞ വർഷം ഒരു 71K ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താണ് ഒരു 61,000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫുൾ A+ സ്കോർ ചെയ്തിട്ടുള്ള. കുറേ പേർക്ക് ഒന്നോ രണ്ടോ സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ കുറേ പേര് ടഫാന്ന് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് കുറച്ച് പേര് ടഫാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻ കേസ് ചെറിയ പോയിന്റ് ഡിഫറൻസിൽ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീവാല്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള നമ്മൾ സർക്കുലർ നമുക്ക് വേർഡ് ബൈ വേർഡ് നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് SSLC 2025 റീവാല്യൂഷൻ. നമ്മുടെ മെയ് 9 നമ്മുടെ റിസൾട്ട് വന്നു. നമ്മളെല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തതാണ്. സോ നമ്മളുടെ പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവ ആഗ്രഹിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന വെബ്സൈറ്റ് ഏതാണ്? നമ്മുടെ SSLCexam.kerala.gov.in ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ അപേക്ഷകൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 12/5/2025, അതായത് നമ്മുടെ മെയ് 12 മുതൽ 17th വരെ 5 ഡേ വിൻഡോ മാത്രമേ ഉള്ളൂ. അപ്പൊ ആരും മറന്നു പോകരുത്. മെയ് 12 മുതൽ മെയ് 17 വരെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനുള്ള സമയം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് വരുന്ന ഡേയ്സിൽ നിങ്ങൾ മെയ് 12 എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കുക ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ തന്നെ കൊടുക്കുക. ആൻഡ് മെയ് 17 രാത്രി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മെയ് 17 വൈകിട്ട് 4 മണി വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അവസാന നിമിഷത്തേക്ക് ഒരിക്കലും വെക്കരുത്. മെയ് 12-13 ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത് ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് കൃത്യമായിട്ട് റീവാല്യൂഷൻ കൊടുക്കുക. ആൻഡ് റീവാല്യൂഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി അപ്ലിക്കേഷൻസ് എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്ന. അപ്പൊ അവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്ന് സ്ക്രൂട്ടിനി, എന്താണ് സൂക്ഷ്മ പരിശോധന, നിങ്ങളുടെ സ്കോർ ഒന്നും കൂടെ ആഡപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്ക്രൂട്ടിനി കൊടുക്കാം. ഇനി ഫോട്ടോ കോപ്പി, നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിന്റെ, നിങ്ങൾ എല്ലാ എക്സാംസിന്റെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കണമെങ്കിൽ അതും ആ ലിങ്കിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇനിയുള്ളത് റീവാല്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രൂട്ടിനി കൊടുക്കണം എന്നില്ല. റീവാല്യൂഷനിൽ ഫുൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഫോട്ടോ കോപ്പി കൊടുക്കുകയാണെങ്കിൽ റീവാല്യൂഷൻ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി പിന്നീട് കൊടുക്കാം. റീവാല്യൂഷൻ ആണ് നിങ്ങൾ പ്രധാനപ്പെട്ടായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീവാല്യൂഷൻ കൊടുക്കാം. ആൻഡ് രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ യൂസ് ചെയ്തേണ്ട 2 കാര്യങ്ങളാണ്. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകുമ്പോൾ വിദ്യാർത്ഥിയുടെ വിവരങ്ങളും നിലവിലെ ഗ്രേഡും വിവരങ്ങളും കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്ത പോലെ തന്നെ രജിസ്റ്റർ നമ്പർ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് ഒക്കെ കാണാം. ദെൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നൽകി സേവ് ചെയ്യുമ്പോൾ അപേക്ഷയിൽ സമർപ്പിച്ച വിവരങ്ങൾ കാണാവുന്നതും. ഒരിക്കൽ കൂടി പരിശോധിച്ച് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക. അതായത് നമ്മൾ സാധാ എക്സാംസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വിവരങ്ങളൊക്കെ അടിച്ച് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റിവാല്യൂഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞ പോർഷനിൽ പോവുക. എന്നിട്ട് നമ്മൾ എന്താണ് റിവാല്യൂഷൻ കൊടുക്കേണ്ടത്, അതിന്റെ സബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിനൊരു പ്രിവ്യൂ ഉണ്ടാവും. നമുക്ക് ആ കൊടുത്തിട്ടുള്ള ഡാറ്റ മുഴുവൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഈ ഒരു വിൻഡോ കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും റീവാല്യൂഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. ആൻഡ് പിന്നീട് പറയുന്നത്, എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തുമ്പോൾ ലഭ്യമാകുന്ന പ്രിന്റ് ഔട്ടും അപേക്ഷാ ഫീസും പരീക്ഷ എഴുതിയ സെന്ററിലെ HML പ്രഥമാധ്യാപകന് മെയ് 17 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് റീവാല്യൂഷൻ കൊടുക്കാം. റീവാല്യൂഷൻ കൊടുത്തിട്ട് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രിവ്യൂ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ എക്സാം എഴുതിയിട്ടുള്ളത് അവിടെയുള്ള നമ്മുടെ HMന് എന്ത് ചെയ്യുക, നമ്മൾ ഈ അപേക്ഷ കൊണ്ടു കൊടുക്കണം. സോ പ്രിന്റ് ഔട്ടും അപേക്ഷയുടെ ഫീസും കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ആൻഡ് പിന്നീട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഉത്തരക്കടലാസുകളുടെ ഇതിന്റെ ഫീസ് എത്രയാണെന്നുള്ളത്. പുനർമൂല്യനിർണ്ണയം അല്ലെ, റീവാല്യൂഷൻ ചെയ്യാനാണെങ്കിൽ 400 രൂപ ആണ്. ഒരു സബ്ജക്റ്റിന് 400 rupees ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ ഒക്കെ പെർ സബ്ജക്റ്റ് ആണ് പറയുന്നത് 200 രൂപയാണ്. ഇനി എന്താണ്, സ്ക്രൂട്ടിനി ആണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ കറക്റ്റ് ഫീസ് ഒന്ന് ചെക്ക് ചെയ്യുക. പുനർമൂല്യനിർണ്ണയം ആണെങ്കിൽ 400, ആൻഡ് ഫോട്ടോ കോപ്പി ആണെങ്കിൽ 200, സ്ക്രൂട്ടിനി ആണെങ്കിൽ 50 rupees ആണ് കൊടുക്കേണ്ടത്. ആൻഡ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്ന പേപ്പറുകൾ സ്ക്രൂട്ടിനിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ റീവാല്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിനി നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് ഓൺലൈനിൽ വെരിഫൈ ചെയ്യേണ്ടതും ഫീസ് പണമായി സ്വീകരിച്ച അപേക്ഷകർക്ക് രസീത് നൽകേണ്ടതുമാണ്. ഓക്കെ. സോ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ ഇത് കൊണ്ട് കൊടുത്താൽ എന്താണ്, അവരത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു റെസിപ്റ്റും കൂടെ നിങ്ങൾക്ക് കിട്ടും. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. 17/5/2025 വൈകിട്ട് 5 മണിക്ക് ശേഷം ലഭിക്കുന്നതും അപൂർണമായുള്ള വിവരങ്ങൾ അടങ്ങിയ അപേക്ഷകൾ ഒരു കാരണവശാലും എടുക്കുന്നത്. അപ്പൊ എന്താണ് ഫൈനലി പറയാനുള്ളതെന്ന് വെച്ചാൽ 17th മെയ് ആണ് ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും വെക്കരുത്. 12th മെയ് തന്നെ നിങ്ങൾ നോക്കുക. ഓൺലൈനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക.
പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളെ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുകൊടുക്കുക. അതിന്റെ ഫീസും കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഫീസും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റെസിപ്റ്റും ലഭിക്കുന്നതാണ്, അതും കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വാങ്ങി വയ്ക്കുക. ബാക്കി റിവാലുവേഷന്റെ പ്രോസസ് ഒക്കെ നടന്നിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ റീവാലുവേഷന്റെ പ്രോസസ്സ്. ഇനി സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും അത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മാർക്സ് അറിയണമെങ്കിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ ഇതുപോലെ നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മളാണ് ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാൻവൈയുടെ ജെഇ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് SSLC എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചൊന്നും ആരും ടെൻഷൻ ആവണ്ട. ഇത് ചെറിയൊരു ചെക്ക് പോയിന്റ് ആണ്, ശരിക്കും ചെറിയൊരു ചെക്ക് പോയിന്റ് ആണ്. അതായത് നമ്മൾ ഒരുപാട് സ്കോർ ചെയ്തോ അല്ലെങ്കിൽ നല്ല സ്കോർ ചെയ്തുകൊണ്ട് എല്ലാം ആയിരുന്നില്ല, അല്ലെങ്കിൽ 1-2 A+ പോയി എന്ന് വിചാരിച്ച് നമുക്ക് മാർക്ക് കുറഞ്ഞു ഒന്നുമില്ല. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് എക്സാമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് എക്സാമുകൾ നിങ്ങൾ പല പല ക്ലാസ്സസിലായിട്ട് എഴുതാനുണ്ട്. സോ ഈ എക്സാമുകളുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എക്സാൻവൈയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് റീവാലുവേഷൻ ഡീറ്റെയിൽസ് അറിയേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.